ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തല ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അരുണിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ. അരുണിനാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഐശ്വര്യ മുറിയിലാക്കിയിട്ട് അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ ഒട്ടും വിടുന്നില്ല അരുണിനെ. വല്ലാത്തൊരു വേദന വയറിനകത്ത് വല്ലാണ്ട് കൊളുത്തി പിടിക്കുകയാണ്. എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത് കഴിച്ചിട്ടെന്തെങ്കിലും ദഹിക്കാഞ്ഞിട്ടായിരിക്കും. പ്രഗ്നന്റ് ആയാൽ ഇത് പതിവാണ്. ശ്യാമയ്ക്ക് ഇടയ്ക്ക് വയറുവേദന ഉണ്ടെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത്രയ്ക്ക് വിഷമല്ലേ ശ്യാമയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അരുൺ പ്രഗ്നന്റ് ആയിരിക്കുന്ന എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. അമ്മ വിഷമിച്ച എൻ്റെ വയറ്റിലുള്ള അരുണിന്റെ കുഞ്ഞിനാണ് പ്രയാസം, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വേദനയുള്ളതുപോലെ അഭിനയിക്കുകയാണ് ഐശ്വര്യ. ഐശ്വര്യ നല്ല വേദന ഉണ്ടെങ്കിൽ നമുക്ക് വാ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അരുൺ പറയുന്നു. എന്ത് പറഞ്ഞാലും അരുണിന്റെ ഒരു ഹോസ്പിറ്റലിൽ തൊട്ടേന് വെച്ചേനൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ അതിനേ ഉള്ളൂ സമയം. ഗർഭിണിയിരിക്കുന്ന ഭാര്യയ്ക്ക് ഇങ്ങനെ വേദന വന്നാലേ ഭർത്താവ് വയറ് തടവി കൊടുക്കുന്നതാണ് പതിവ്. അപ്പോൾ ആ വേദന തനിയെ മാറിക്കോളും. അരുൺ ഇവിടെ വന്നേ എൻ്റെ അടുത്തിരിക്കെ എനിക്ക് പറഞ്ഞ് ഐശ്വര്യ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് അരുണിനെ. അരുൺ ആ കൈയിങ് തന്നെ എന്ന് പറഞ്ഞ് അരുണിന്റെ കൈ പിടിച്ച് ഐശ്വര്യയുടെ വയറ്റിലേക്ക് വെക്കുന്നു. താല്പര്യമില്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അരുൺ. അരുൺ ഇങ്ങനെ കൈവയ്ക്കുമ്പോഴേ വയറ്റിനകത്ത് കുഞ്ഞു കിടന്ന് പിടയ്ക്കുകയാണെന്ന് ഐശ്വര്യ പറയുന്നു. അച്ഛനെ കൈവച്ചേക്കിനെന്ന് കുഞ്ഞിനെ മനസ്സിലായെന്നാ തോന്നുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ആകാംക്ഷയോട് ചോദിക്കുന്നു, ശരിയാണോ, കുഞ്ഞ് തുടിക്കുന്നുണ്ടോ? അതേന്നെ, അരുൺ ചെവി വെച്ച് നോക്കിയേ അപ്പം മനസ്സിലാകുമെന്ന് ഐശ്വര്യ പറയുന്നു. അരുണിന്റെ കുഞ്ഞല്ലേ, ഒന്ന് ചെവി വെച്ച് നോക്കുന്നൊക്കെ ഐശ്വര്യ നിർബന്ധത്തോടെ പറയുന്നു. അങ്ങനെ അരുണിനെ നിർബന്ധിച്ച് തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഐശ്വര്യ. എന്നാൽ ഒന്നും അരുണിനെ അറിയാൻ സാധിക്കുന്നില്ല. എനിക്കൊന്നും തോന്നില്ല എന്ന് അരുൺ. എന്നോട് മാത്രമല്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും അരുണിന് ശരിക്കും സ്നേഹമില്ലാത്തോണ്ടാ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് അരുണിൻ്റെയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ട് വരിക. ഇപ്പോൾ എപ്പോഴും അരുൺ എൻ്റെ അടുത്ത് തന്നെ വേണമെന്ന് തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞൊന്ന് പിറന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ അരുണേ? അരുണിന് മോൻ വേണോ അതോ മോള് വേണോ? ഇരിക്കട്ടെ, അരുൺ പറയുന്നു അത് മോള് മതിയെന്ന്. ഓ, ഒരു മോളുള്ളത് പോരാ, ഇനിയും മോള് തന്നെ വേണം എന്ന് ഐശ്വര്യ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട് എന്താ ഐശ്വര്യ ആലോചിക്കുന്നതെന്ന്. അല്ല, അരുണിനെ പെൺമക്കളോടാണ് ഇഷ്ടം അല്ലേ? ചിലർക്ക് അങ്ങനെയാണ്, മൂത്തത് പെണ്ണായാൽ ഇളയതും പെണ്ണാവണം. അല്ല, പെണ്ണ് തന്നെയാണ് നല്ലത്. എനിക്കോ മിസ് ഇന്ത്യ ആവാൻ പറ്റില്ല. എന്നെ മോളെങ്കിലും നമുക്ക് മിസ് ഇന്ത്യ ആക്കണം അല്ലേ മോളെ? അല്ലേ അരുണേ? അല്ല, കുഞ്ഞ് ജനിക്കട്ടെ, അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഐശ്വര്യ റെസ്റ്റ് എടുക്ക്. എന്നാൽ അരുണിനെ ഒരിടത്തേക്കും വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഐശ്വര്യ. അരുണ് പോവാൻ പറ്റില്ല. അരുണിന്റെ മടിയിൽ കുറച്ചു നേരം കിടക്കാൻ എനിക്ക് കൊതി തോന്നുകയാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും അരുൺ അവിടെ നിന്നും എണീക്കുന്നു. പിന്നെയും ഐശ്വര്യ അവിടെ പിടിച്ചിരുത്തുകയാണ് അരുണിനെ. ഞാൻ കുറച്ചു നേരം ആ മടിയിലൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അരുണിന്റെ മടിയിൽ ഐശ്വര്യ കിടക്കുന്നു. ശ്രീകുട്ടി വിളിച്ചിട്ടൊന്നും അവിടം വരെ പോവാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് അരുൺ ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ശ്രീകുട്ടിയുടെ അരികിൽ വിടാതിരിക്കാൻ വേണ്ടിയാണ് ഐശ്വര്യ അരുണിനെ ഇവിടെ പിടിച്ചിരുത്തുന്നത് എന്ന് അരുൺ മനസ്സിലാക്കുന്നില്ല. അരുൺ എന്താ ആലോചിക്കുന്നത്? എൻ്റെ തലയിലൊന്ന് സ്നേഹത്തോടെ തടവിയേ, ഈ മടിയിൽ കിടന്ന് എനിക്കൊന്ന് ഉറങ്ങണം. അരുൺ പ്ലീസ് ഒന്ന് തടവ് എനിക്ക് ഐശ്വര്യ പറയുന്നു. നിവൃത്തിയില്ലാതെ അരുൺ അതും ചെയ്തു. താല്പര്യമില്ലാതെയാണ് അതും ചെയ്യുന്നത്. ഇന്ന് അരുൺ മോളെ കാണാൻ പോയത് തന്നെ ഇന്നെന്നല്ല, ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. നോക്കിക്കോ എന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ഒരു സന്തോഷത്തോടെ കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിൽ. അരുണിനെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ ശ്രീകുട്ടി. അരുണങ്കിൾ വരാന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ വരാത്തത്? ശ്രീകുട്ടി വിളിച്ച അങ്കിൾ അങ്ങനെ മറക്കില്ല. ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്നും ശ്രീകുട്ടി വിചാരിക്കുന്നു. അങ്ങനെ ഒന്നും കൂടി വിളിക്കുകയാണ് ശ്രീകുട്ടി അരുണിന്റെ ഫോണിലേക്ക്. അശ്വതി ഇത് കണ്ടുകൊണ്ട് വരുന്നു. നീ ആരെയാണ് വിളിക്കുന്നതെന്ന് അശ്വതി ചോദിക്കുന്നു. അരുണങ്കിളിനെ വിളിക്കുന്നു. ഇതുവരെ വന്നില്ലല്ലോ, വീണ്ടും ഞാൻ വിളിക്കുകയാണെന്ന് ശ്രീകുട്ടി പറയുന്നു. ഉടൻ ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി അശ്വതി അവിടേക്ക് വന്നിരിക്കുന്നു. നീ വിളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിൾ എന്തെങ്കിലും തിരക്ക് കാണും, നീ വിളിക്കണ്ട എന്ന് അശ്വതി ദേഷ്യത്തോടെ പറയുന്നു. അമ്മേ, ഞാനൊന്ന് അങ്കിളിനെ വിളിച്ചോട്ടെ എന്ന് ശ്രീകുട്ടി നിർബന്ധം പിടിക്കുന്നു. ശ്രീകുട്ടി ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളത് അങ്കിളിനെ വിളിക്കരുതെന്ന്. അരുണങ്കിളിനെ വിളിച്ച എന്താ പ്രശ്നം എന്ന് പറയാമേ എന്ന് വീണ്ടും ശ്രീകുട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മ ഈ സമയം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് വന്നു. അങ്കിളിനെ വിളിച്ചാലേ മുത്തശ്ശി വഴക്ക് പറയുമല്ലേ എന്ന് ശ്രീകുട്ടി. അതെ, ഞാനാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എൻ്റെ കണ്ണെന്ന് തെറ്റിയപ്പോൾ നീ കുഞ്ഞിനെ കൊണ്ട് അവളെ വിളിപ്പിക്കുകയാണല്ലേ എന്ന് അമ്മ. അമ്മേ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല എന്ന് അശ്വതി പറയുന്നു. എന്തിനാ കുഞ്ഞിനെ കുറ്റം പറയുന്നത്? നീ തന്നെയാ എല്ലാത്തിനും കാരണം എന്നെ അമ്മ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു. മുത്തശ്ശി, അമ്മ പറഞ്ഞിട്ടല്ല, ഞാൻ വിളിച്ചതാ. എനിക്ക് അരുണങ്കിളിനെ ഒന്ന് കാണണം. എനിക്കിപ്പോൾ അരുണങ്കിളിനെ കാണാതിരുന്നാലേ വലിയ വിഷമാണ്. എനിക്കേട്ട് അമ്മ പറയുന്നു സാരമില്ല, മോൾ അപ്പുറത്തിരുന്ന് പോയി വായിക്കേ, എനിക്ക് വായിക്കാനും ഉറങ്ങാനും പറ്റുന്നില്ല, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണമെന്ന് വീണ്ടും കുഞ്ഞ് പറയുന്നു. സാരമില്ല, എല്ലാം ശരിയാവും മോളിപ്പോൾ, ഞാൻ അമ്മൂമ്മ പറയുന്ന ഒന്ന് കേക്ക്, നല്ല മോളല്ലേ, ഒന്ന് പോയിരുന്ന് വായിക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മ ശ്രീകുട്ടി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു.
മോളെ നീ പറഞ്ഞ് മനസ്സ് മാറ്റിയല്ലേ? ഇപ്പോൾ ശ്രീകുട്ടിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. നീ എന്ത് കണ്ടിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്? ആരോരുമില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ വളർത്തിയത് ഞാനും നീയും മാത്രമേ ആയിരുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും അവന്റെ പഞ്ചാര വാക്ക് കേട്ടപ്പോൾ നീ ഇടയ്ക്ക് മറന്നല്ലേ? എടി അരുൺ നിന്റെ ആരാ? ഭർത്താവോ അതോ കാമുകരോ? എനിക്ക് ദേഷ്യത്തോടെ അമ്മ ചോദിക്കുന്നു. അരുണ് നിന്നെ മോളെയും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവാത്തത്? പറയേ, നീ തന്നെ പറയേ. അവനും അവന്റെ വീട്ടുകാരും നിന്നെ ഇതുവരെ അരുണിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ എന്ന്? എന്നെ അവന്റെ സ്വന്തം വീട്ടിൽ വേണ്ട ഒരു വാടക വീടെങ്കിലും എടുത്ത് നിന്റെയും കുഞ്ഞിനെയും ആ വാടക വീട്ടിൽ താമസിപ്പിക്കാത്തത് എന്താ? അവനോടുള്ള ഇഷ്ടം നീ ആ പാവ കുഞ്ഞിന്റെ മനസ്സിൽ ഇത്രയും കുത്തിവെച്ചു. അവന്റെ ചോരയല്ലേ അത്? നമ്മുടെ ശ്രീകുട്ടി അവൻ ഇതുവരെ സ്വന്തം മോളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? പാവം മോള് ഇപ്പോഴും വിളിക്കുന്നത് അരുണങ്കിളെന്നാ. 10 പേരുടെ മുന്നിൽ വെച്ച് വേണ്ട സ്വകാര്യമായ ഈ വീട്ടിൽ വെച്ച് അച്ഛനെന്ന് വിളിക്കാൻ അവൻ ഈ മോക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്റെ സ്നേഹമടി അവൻ നിന്നോടും മോളോടും കാണിക്കുന്നത്. പറയേ, പലപ്പോഴും 2 പൊട്ട ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങിക്കൊടുത്ത് ആ പാവ കുഞ്ഞിനെ രസിപ്പിച്ചല്ല അതോടെ ഒരു അച്ഛന്റെ കടമ തീരുവോ? പറയേ, ആ കുഞ്ഞ് വളർന്നു വരികയല്ലേ? താമസിയാതെ ഒരു ദിവസം നിന്റെ മുഖത്ത് നോക്കി ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അന്ന് നിനക്ക് ധൈര്യമായി ദേ അരുണിനെ ചൂണ്ടിക്കാട്ടി ദേ ഇതാണ് മോളെ നിന്റെ അച്ഛൻ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? അതിനുള്ള അധികാരം നിനക്ക് ഇതുവരെങ്കിലും അരുൺ തന്നിട്ടുണ്ടോ? പറയൂ, വാ തുറന്നൊന്ന് പറയടി. ഇല്ല, ഒരിക്കലുമില്ല. ഇനി അങ്ങനെ സംഭവിക്കാനും പോകുന്നില്ല. എനിക്കറിയാം. അരുണിനെ 10 പേരുടെ മുന്നിൽ അഭിമാനത്തോടെ പ്രദർശിപ്പിക്കാൻ ഒരു ഭാര്യയുണ്ട്, ഐശ്വര്യ. അതാണ് അവന്റെ യഥാർത്ഥ ഭാര്യ. നിനക്കിവിടെ വെറും ഒരു വെപ്പാട്ടിയുടെ സ്ഥാനമാണ് അവൻ നൽകിയിരിക്കുന്നത്. മനസ്സിലായോടെ എന്നൊക്കെ ദേഷ്യത്തോടെ വനജ പറയുന്നു. നീ ഇവിടെ കഴിഞ്ഞു പോയതെല്ലാം വിചാരിച്ച് അരുൺ അരുൺ എന്ന് പറഞ്ഞിങ്ങനെ നടക്കാണ്. അതല്ലേടി ഇവിടെ നടക്കുന്നത്? അതല്ലേ സത്യം? ഒടുവിൽ ഈ നാട്ടുകാർ പോലും വീട് കയറി കള്ളക്കാമുകനെ പിടിച്ചിറക്കുന്ന രംഗവും നിന്റെ എടുത്തുചാട്ടം ഈ വീട്ടിലുണ്ടായി. അത്രയ്ക്കുണ്ടായി എന്റെ മകളുടെ അഴിഞ്ഞാട്ടം. സമ്മതിക്കില്ല. ഇവിടെ ഞാൻ ഇത് വെച്ച് പൊറപ്പിക്കില്ല. വനജ ഈ പറയുന്നത്. ഇനി അരുണെ ഈ വീട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അവൻ ഇവിടെ കാലുകുത്തിയാൽ ഞാൻ തന്നെ അവന്റെ കാല് വെട്ടിയെടുക്കും. ഇനി ഇങ്ങനെ പുന്നാരം പറഞ്ഞു വന്ന് അവന്റെ ഒരു കുഞ്ഞിനെയും കൂടെ നിനക്ക് തന്നാലേ അതിനെ പോറ്റാൻ എനിക്ക് വയ്യ. അതിന് ഞാൻ സമ്മതിക്കില്ല. അവൻ ഇനി ഇവിടെ വന്നാലേ അപ്പോഴും ഞാൻ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി. അശ്വതിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. അത്രയും പറഞ്ഞ അമ്മ ഇവിടുന്ന് പോയപ്പോൾ അശ്വതി ഇങ്ങനെ വിചാരിക്കുന്നു, ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്? എന്റെ മോളെ കരുതി എന്റെ ജീവിതം അവസാനിപ്പിക്കാനും പറ്റുന്നില്ലല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യാ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിങ്ങനെ അശ്വതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് ഒരു കുഞ്ഞുടുപ്പ് തുന്നുകയാണ്. കൈത്തയ്യൽ തുന്നുന്നു. അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് വന്നു. എന്താണ് ശ്യാമ ചെയ്യുന്നത് എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അഖിൽ. എന്താ ഇത്? എന്താ തുന്നുന്നത് എന്ന് അഖിൽ ചോദിക്കുന്നു. ഇതാ കഴിഞ്ഞു എന്ന് ശ്യാമ. ഇനി നോക്കി എന്ന് പറഞ്ഞ ആ ഉടുപ്പ് അഖിലിനെ കാണിക്കുകയാണ് ശ്യാമ. കുഞ്ഞുടുപ്പാണല്ലോ, ഇത് ആർക്കാണെന്ന് അഖിൽ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു, ആർക്കായിരിക്കും? ആർക്കാ? പിറക്കാൻ പോകുന്ന ഉണ്ണിക്കണ്ണന് തന്നെ. ഇത് ശ്യാമ തന്നെ തുന്നിയെടുത്തതാണോ? നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ അഖിൽ പറയുന്നു. സത്യമാണോ എന്ന് സന്തോഷത്തോടെ ശ്യാമയും പറയുന്നു. അപ്പോൾ ശ്യാമയ്ക്ക് പാട്ട് മാത്രമല്ല തുന്നല് വശമുണ്ടല്ലേ എന്നൊക്കെ അഖിൽ കുറേശ്ശെ ചെറുതിലെ അമ്മ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ നമ്മളെ ഈ ഉടുപ്പിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഞാനിങ്ങനെ തുന്നി നോക്കിയതാണെന്ന് പറയുന്നു. ഈ ഉടുപ്പിട്ടാൽ നമ്മുടെ ഉണ്ണിക്കണ്ണന് നല്ല ചേർച്ചയായിരിക്കും അല്ലേ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. അവനിങ്ങനെ ബെഡിൽ കിടന്ന് കൈകാലിട്ട് അടിച്ച് ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ശേഷം ആ ബെഡിലേക്ക് നോക്കുകയാണ് ശ്യാമ. കുഞ്ഞുള്ളതുപോലെ ഇങ്ങനെ സങ്കല്പിക്കുന്നു. ഉണ്ണിക്കണ്ണൻ നല്ല കുസൃതിയായിരിക്കും അല്ലേ എന്നൊക്കെ അഖിൽ. ഉണ്ണിക്കണ്ണൻ പണ്ട് എന്തെല്ലാം കുസൃതികളാണ് കാട്ടിയത്. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണന് മോശമാവില്ല. അല്ലെങ്കിലും അഖിൽ സാർ കുഞ്ഞിലെ മഹാവികൃതിയായിരുന്നെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. അമ്മേ ഒരുപാടിട്ട് ചുറ്റിച്ചിട്ടുണ്ട് അത്രേ. സദാസമയം ഓട്ടവും ചാട്ടവും ബഹളവും ചിരിയും. അന്ന് ഈ വീട്ടിൽ എപ്പോഴും ഒരു ആഘോഷമായിരുന്നെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ മോളും ഒട്ടും മോശമാകാൻ വഴിയില്ല. ഇടുക്കിയിട്ട് അഖിൽ ചോദിക്കുന്നു, ഈ പഴയ കാര്യമൊക്കെ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണോ താൻ? അതെനിക്ക് അറിയണ്ടേ? അഖിൽ സാറിന്റെ കുഞ്ഞിലുള്ള വികൃതികൾ പറഞ്ഞാലും അമ്മയ്ക്ക് മതിയാവില്ല. അതൊക്കെ അമ്മ കഥ പോലെ പറയുന്ന കേൾക്കാനേ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഓർത്ത് സ്വപ്നം കണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കൺമുന്നിൽ അഖിൽ സാറിനെ പോലെ ഒരു കുഞ്ഞയ്ക്ക് ഒരു ഉണ്ണിക്കണ്ണൻ വികൃതിയൊക്കെ കാണിച്ച് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടാവും. എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖി പറയുന്നുണ്ട്, അതെ സ്വപ്നം കണ്ടതൊക്കെ മതി, നേരം ഒരുപാടായി, ഉറക്കം ഒഴിച്ചിരിക്കാനൊന്നും പറ്റില്ല, വന്ന് കിടക്കാം. അതിനു മുമ്പ് സാർ ഇങ്ങോട്ട് വന്നിരിക്കെ, എനിക്ക് കുറച്ചു നേരം ദേ ഇവിടെ വന്ന് കിടക്കണം എന്ന് പറഞ്ഞ് ശ്യാമ അഖിലിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. സന്തോഷത്തോടെ അഖിലും ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് വീട്ടിൽ. വർമ്മ പറയുന്നു, ദേ ഇപ്പോൾ ഈ നിമിഷം ആ തീരുമാനമെടുക്കണം. അടുത്ത കമ്പനി MD ആരാണ്? വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആരാണ് വരുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ ടെൻഷനോട് നിൽക്കുന്നു. എല്ലാവരും കൂടി ഇപ്പോൾ തീരുമാനമെടുക്കണം എന്നെ വർമ്മ പറയുന്നുണ്ട്. എന്നാൽ ആരും ഒന്നും മിണ്ടുന്നില്ല. വർമ്മ പറയുന്നു, ദേ ആരും ഒന്നും പറയാതിരുന്നാൽ പറ്റില്ല. എല്ലാവരും അവരവരുടെ അഭിപ്രായം എടുക്കണം. എന്നാലേ ഒടുവിൽ ഒരു തീരുമാനത്തിലെടുക്കാൻ പറ്റൂ. അച്ഛാ, എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ കമ്പനിയുടെ MD സ്ഥാനത്ത് അഖിൽ വരണമെന്നാണെന്ന് അരുൺ പറയുന്നു. അതേ അഭിപ്രായമാണ് എനിക്കുമെന്ന് ആദി.
എന്നാൽ അങ്കി പറയുന്നു, എന്റെ അഭിപ്രായം മറ്റൊന്നാണ്. കമ്പനി MD സ്ഥാനത്ത് വരുന്നത് ആദ്യേട്ടനായിരിക്കണോ എന്ന്. എന്താ? ആദ്യേട്ടൻ വന്നാൽ എന്താ? ഇത്രയും നാള് അനുജന്മാർക്ക് വേണ്ടി ഏട്ടനെ ഒഴിഞ്ഞു തരുമായിരുന്നല്ലേ? ആദ്യ പറയുന്നു, അങ്കി ഞാൻ അങ്ങനെ ഒരു സ്ഥാനം ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ആദ്യേട്ടൻ തന്നെ കമ്പനിയുടെ MD ആവണോന്ന് ഞാൻ പറയൂ. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഐശ്വര്യക്ക് മാത്രം അതും ഇഷ്ടമാവുന്നില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.